കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കസേരയിൽ ചടഞ്ഞുകൂടിയിരുന്ന് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ മനസ്സ് കലുഷിതമായിരുന്നു. അവിടെ ഇരിക്കുന്ന മറ്റേതൊരാളിനേക്കാളും കൂടുതൽ നശിച്ച വിമാനമൊന്ന് വന്നിരുന്നെങ്കിൽ. ഇപ്പോൾ തന്നെ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 6-7 മണിക്കൂറായി. കണക്കുകൂട്ടലുകൾ പലതും തെറ്റുകയാണല്ലോ. അയാൾ വല്ലാതെ അസ്വസ്ഥനായി. അസ്വസ്ഥതയോടെ അയാൾ എണീറ്റ് നടന്നു. ദുബായ് എയർപോർട്ടാണത്രേ. വിമാനം എപ്പോൾ വരുമെന്ന് മാത്രം ആർക്കും യാതൊരു ഊഹവുമില്ല. എത്ര പാടുപെട്ടാണ് ഇവിടം വരെ എത്തിയത്. അയാൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ വേട്ടയാടുന്നതായി അയാൾക്ക് തോന്നാതിരുന്നില്ല. പൊടുന്നതിന് സ്പീക്കറിലൂടെ ഒരു കിളിമൊഴി വന്ന് പതിച്ചു. വിമാനം 1/2 മണിക്കൂറിനുള്ളിൽ ലാൻഡ് ചെയ്യുന്നതാണ്. അയാൾ തിരികെ സീറ്റിൽ വന്നിരുന്നു. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ മതി. വിമാനം വരുന്നുണ്ടെന്ന് കേട്ട പലരും ചാടി എണ്ണിട്ട് ഗേറ്റിനരികിൽ പോയി നിൽക്കുന്നത് അയാൾ പുച്ഛത്തോടെ നോക്കി. അവരുടെ നിൽപ്പും അയാളുടെ ഇരിപ്പും പിന്നെയും തുടർന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഗേറ്റിനരികിലേക്ക് പോകാനുള്ള അറിയിപ്പ് വന്നത്. എവിടെ നിന്നൊക്കെയോ കുറെ സുന്ദരികൾ വന്ന് ഗേറ്റിനരിൽ നിന്ന് വിഷ് ചെയ്യാൻ തുടങ്ങി. ഗേറ്റിന് മുന്നിലെ വരിയുടെ നീളം പൂർണ്ണമായപ്പോൾ അയാൾ ഏറ്റവും പുറകിലായി ചെന്ന് നിന്നു. അവിടെ നിൽക്കുന്ന ഏതൊരാളെക്കാളും ആ വിമാനത്തിൽ കയറാൻ അത്യാവശ്യം അയാൾക്ക് തന്നെയായിരുന്നു. എങ്കിലും അതൊന്നും അയാൾ പുറത്തു കാണിച്ചില്ല. ഗേറ്റ് തുറന്നു. ഓരോരുത്തരെയായി പാസ്പോർട്ടും ടിക്കറ്റും ചെക്ക് ചെയ്ത് ബസ്സിലേക്ക് കയറ്റി. തന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ സുന്ദരിയുടെ കൈ വരച്ചത് അയാൾ ശ്രദ്ധിക്കാതിരുന്നില്ല. അവൾ അസ്വസ്ഥതയോടെ പാസ്പോർട്ട് തിരിച്ചു മറിച്ചു നോക്കി. അതിലെ പേജുകൾ വേഗത്തിൽ മറിച്ചു. അവസാനം തെരഞ്ഞത് കിട്ടിയപ്പോൾ ഹാവ് എ നൈസ് ജേണി എന്ന് വിഷ് ചെയ്ത് അവൾ പാസ്പോർട്ട് തിരികെ നൽകി. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങളെ ഷർട്ടിന്റെ കയ്യിൽ തുടച്ച് അയാളും ബസ്സിൽ കയറി. കുറച്ചു ദൂരം നിർത്തിയിട്ടിരിക്കുന്ന ആ കൂറ്റൻ ആകാശപക്ഷിയുടെ കീഴെ മറ്റുള്ളവർക്കൊപ്പം അയാളും ഇറങ്ങി. വിമാനത്തിലേക്ക് കയറുമ്പോഴും മറ്റൊരു സുന്ദരി അയാളുടെ പാസ്പോർട്ട് മുഴുവൻ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ കുറുകി. ഈസ് എനി പ്രോബ്ലം? അയാൾ ചോദിച്ചു. ഇല്ല സർ, പക്ഷേ ഈ പേര് ഞാൻ നേരത്തെ കണ്ടതുപോലെ, അവൾ മലയാളത്തിൽ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അയാൾ ഞെട്ടിപ്പോയി. ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ മുഖത്തേക്ക് കുറേ നേരം നോക്കി നിന്നു. അവളുടെ കയ്യിൽ നിന്നും പാസ്പോർട്ട് വാങ്ങിക്കുമ്പോൾ അയാൾ ഒന്നും വേണ്ടിയില്ല. സീറ്റിൽ ധൃതിപ്പെട്ടിരിക്കുമ്പോൾ അയാൾ മനസ്സുകൊണ്ട് കേരളത്തിൽ തന്നെയായിരുന്നു. ഓരോന്ന് ചിന്തിച്ചിരുന്ന് ഫ്ലൈറ്റ് പൊങ്ങിയതും അറിഞ്ഞില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ എന്ന് പോലും സംശയമാണ്. എന്തുകൊണ്ടോ എയർ ഹോസ്റ്റസ്മാർ അതേപ്പറ്റി അയാളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചില്ല. സർ, ടീ ഓർ കോഫി? മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് നേരത്തെ കണ്ട ആ എയർ ഹോസ്റ്റസ് മുന്നിലേക്ക് നിന്ന് ചോദിക്കുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി കോഫി എന്ന് പറയുമ്പോൾ തന്റെ തൊണ്ടയിടറിയൊന്ന് അയാൾ സംശയിച്ചു. കാരണം അയാൾ ഒരല്പനേരത്തേക്കെങ്കിലും റിസിയെ ഓർത്തുപോയി. അതങ്ങനെയാണ്. നാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഇരച്ചു കയറി വരും, വേണ്ടെന്നെത്ര വിലക്കിയാലും. ചായ? അയാളുടെ മുന്നിലേക്ക് ചായക്കപ്പുമായി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ആ അഭൗമ സൗന്ദര്യത്തിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ കപ്പിൽ പിടിച്ചതായാലാവണം അയാളുടെ കൈപൊള്ളി. അടക്കി പിടിച്ച ചിരിയോടെ അവൾ പറഞ്ഞു. നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിലേ കൈ പൊള്ളും. നോക്കിയതുകൊണ്ടാണല്ലോ കൈ പൊള്ളിയത്, അയാൾ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് അവൾ അപ്പുറത്തേക്ക് മാറി നിന്നു. കപ്പിൽ നിന്ന് ഒരൽപ്പം ഉള്ളിലേക്ക് പോയപ്പോഴാണ് അയാൾക്ക് അബദ്ധം മനസ്സിലാക്കിയത്. ഞാൻ ചായ കുടിക്കാറില്ല. അതെന്താ, പിരിയുമോ? അവൾ കൃത്രിമമായ ശുണ്ഠിയോട് ചോദിച്ചു. വീട്ടുകാരുടെ മുൻപിൽ വെച്ച് അവളെ പെണ്ണ് കാണാൻ ചെന്ന ആളോട്, അതും ഒരു സബ് ഇൻസ്പെക്ടറോട്, അങ്ങനെ ഒരു കുസൃതി കാണിച്ച അവളോട് അയാൾക്ക് ഇഷ്ടം കൂടിയതേ ഉള്ളൂ. ക്ഷമിക്കണം, അവൾ അല്പം വായാടിയാണ്. അതാ. അവളുടെ വാപ്പ ക്ഷമാപണം നടത്തി. ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവൾ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമായിരുന്നു. എനിക്ക് MD എടുത്ത ശേഷം പ്രാക്ടീസ് ചെയ്യണം. അയാൾ അമ്പരന്നു. ഞാൻ ഒരു ഡോക്ടറാണെന്നുള്ള കാര്യം അറിയാതെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതൊന്നും ബഷീർക്ക് എന്നോട് പറഞ്ഞിരുന്നില്ല. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. എൻ്റെ പടച്ചോനെ, നിങ്ങൾ ഇങ്ങനെയാണോ ഓരോ കേസും അന്വേഷിക്കുന്നേ? ചുരുങ്ങിയ പക്ഷം എൻ്റെ പേരെങ്കിലും അറിയാമോ? ഇല്ല. നിന്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. അയ്യേ, എനിക്ക് ഇക്കാൻ്റെ ചൂടൻ സ്വഭാവം ഇഷ്ടം. ഈ പൈങ്കിളിയൊന്നും നിങ്ങൾക്ക് ചേരൂല. ഇയാൾക്ക് എന്നെ നേരത്തെ അറിയാമോ? റസ്യ ബീരാൻ, അതാണ് എൻ്റെ പേര്. എനിക്ക് ഈ SIയെ നേരത്തെ അറിയാം. പ്രമാദമായ സ്റ്റെല്ല തിരോധാനം അന്വേഷിച്ച കക്ഷിയല്ലേ. ഞാനും അതേ കോളേജിലാണ് മെഡിസിൻ പഠിച്ചത്, അവൾ പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. കണ്ടു കാണാൻ വഴിയില്ല.
കാണാതെ പോയി സുന്ദരിക്കൊത്ത സ്റ്റെല്ല അഗസ്റ്റിനെ തേടി വിരളി പിടിച്ച് നടക്കുകയില്ലായിരുന്നു. ഞങ്ങൾ തേർഡ് ഇയർ ആയിരുന്നല്ലോ. അതുകൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. പക്ഷേ ഞാൻ അന്ന് നോട്ടമിട്ടിരുന്നു. എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? നല്ല ചേലായി. വാലിൽ തീയും പിടിച്ച് വെകിളി പിടിച്ച് കിടക്കുന്ന ഒരു ചൂടൻ എസയുടെ മുന്നിൽ വരാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു. ആ കേസ് തീരുമ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് കരുതിയതാ. അപ്പോഴേക്കും കേസും കഴിഞ്ഞ് നിങ്ങൾ പോയി. പ്രേമാന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി വരാൻ പറ്റുമോ? പിന്നെ ഇത്രയും നാളെ മനസ്സിൽ കൊണ്ടു നടന്നു. ഇവിടെ കല്യാണാലോചന തുടങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ വാപ്പ സമ്മതിച്ചു. അങ്ങനെയാണ് ബഷീർക്കെ അയച്ചത്. ഓ അങ്ങനെ. എന്നാ പിന്നെ പോവല്ലേ? പോവാനോ? എങ്ങോട്ട്? പ്രതിയെ കൈയോടെ പിടിയോടിയാൽ നേരെ പൊക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നതാ എൻ്റെ രീതി. അയ്യടാ, അങ്ങനെ ഇപ്പം പൊക്കണ്ട. പിന്നെ കല്യാണം കഴിയട്ടെ. അവർ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ ഉമ്മ അങ്ങോട്ട് വന്നു. മോനെ, എൻ്റെ മോളെ അവൾക്ക് ഇഷ്ടമുള്ളത്രയും പഠിപ്പിക്കണം, ജോലിക്കും വിടണം. എന്നിട്ടേ ഒരു കുഞ്ഞിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കാവൂ. എൻ്റെ ഗതി എൻ്റെ മോൾക്ക് വരരുത്. ഇല്ലുമ്മ. ഉമ്മയുടെ ഈ പൊന്നുമോൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നും ഉണ്ടാകും. വിട പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയാൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ജനാലക്കരികിൽ നിന്നും അവൾ കൈവീശി കാണിച്ചു. കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ അയാളും കൈവീശി. അപ്പോൾ അവളുടെ വാപ്പ ഉച്ചത്തിൽ എന്തോ പറഞ്ഞു. അതെ, ഒന്ന് വേഗമാവട്ടെ മനുഷ്യ. ടോയ്ലറ്റ് കയറുമ്പോൾ ആരാ ഇങ്ങനെ ടാറ്റ കാണിക്കുന്നത്? ഇത് നല്ല കൂത്ത്. അൻവറിന് സ്വബോധം വീണത് അപ്പോഴാണ്. നോക്കുമ്പോൾ തന്നെ നോക്കി ചിരിക്കുന്നു അവൾ, ആ എയർ ഹോസ്റ്റസ്. ചൂടായ യാത്രക്കാരനോട് ഒരു നിമിഷമെന്ന് പറഞ്ഞ് അൻവർ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. തണുത്ത വെള്ളം മുഖത്തേക്ക് വീണപ്പോഴാണ് അയാൾക്ക് അല്പം സമാധാനമായത്. തിരികെ ഇറങ്ങി വേഗം സീറ്റിൽ വന്നിരുന്നു. അയാൾ കണ്ണുകൾ അടച്ചു. സ്ഥലകാലബോധം വീണ്ടും നഷ്ടപ്പെടുന്നുവോ? ഓർമ്മകൾ വീണ്ടും ഭൂതകാലത്തിലേക്ക് പറന്നുപോയി. 450 മൈൽ വേഗത്തിൽ കുതിക്കുന്ന വിമാനത്തിനേക്കാൾ എത്രയോ ഇരട്ടി വേഗത്തിൽ അത് പുറകിലേക്ക് പാഞ്ഞപ്പോൾ അൻവറിന്റെ മനസ്സിന്റെ കടിഞ്ഞാനും എങ്ങോ പറന്നുപോയി. അൻവറിന്റെയും റസിയയുടെയും വിവാഹം ആർഭടപൂർവ്വം തന്നെ നടന്നു. സന്തോഷകരമായ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് വിരഹം കടന്നുവന്നത്. പ്രതീക്ഷിച്ചതുപോലെ റസിയയ്ക്ക് MD സീറ്റ് ലഭിച്ചില്ല. ആ കൊല്ലം തന്നെ പഠനം തുടരണമെന്ന് അവൾക്കൊരേ വാശി. അവൾ തന്നെ ജയിച്ചു. വലിയൊരു തുക മുടക്കി വിദേശത്തേക്ക് റസിയ വിമാനം കയറുമ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു പോയത് അൻവറായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ അവൾ വിളിക്കും. പലപ്പോഴും തിരക്കുകൾ അയാളെയും ബാധിച്ചിരുന്നു. പക്ഷേ അതൊന്നും അവൾക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഏതാണ്ട് 1.5 കൊല്ലമായി റസിയ വിദേശത്തേക്ക് പോയിട്ട്. ഇടയ്ക്ക് അവൾ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിൽ യാത്ര മുടങ്ങി. അൻവറിനോട് പലവട്ടവും അങ്ങോട്ടേക്ക് വരുവാൻ അവൾ നിർബന്ധിച്ചു. പക്ഷെ നാടും ജോലിയും ഒരു ദിവസത്തേക്ക് പോലും മാറ്റിവെക്കുവാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ഒരു രാത്രി കാട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ മൊബൈൽ റിങ് ചെയ്തു. റസിയ ആകുമെന്ന് കരുതി അയാൾ അറ്റൻഡ് ചെയ്തു. ആ കോൾ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നുവെന്ന് അൻവർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. സ്റ്റെല്ല തിരോധനത്തിൽ സുപ്രധാന വിവരങ്ങൾ നൽകിയ അതേ സാജന്റെ ക്ഷണമനുസരിച്ച് പിറ്റേ ആഴ്ച മുംബൈയിലേക്ക് പറഞ്ഞ അൻവറിനെ വരവേറ്റത് ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. സാജന്റെ വധു സ്റ്റെല്ല. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എത്ര ആലോചിച്ചിട്ടും അൻവറിന് മനസ്സിലായതേയില്ല. സ്റ്റെല്ലയുടെ അഴുകിയ ശവശരീരം കണ്ടെടുത്തത് താൻ തന്നെയാണല്ലോ. പക്ഷേ എന്തോ മറിമായി നടന്നിരിക്കുന്നു. കല്യാണ തിരക്കിനിടയിൽ സാജനോടൊന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അൻവറിനെ കണ്ടപ്പോൾ അയാൾ കണ്ണിറുക്കി കാണിച്ചു. സൽക്കാരത്തിന്റെ തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ അൻവർ പതിയെ സാജൻ അരികിലേക്ക് ചെന്നു. സാജൻ, ഇതെങ്ങനെ? അറിയാം മിസ്റ്റർ അൻവർ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ. ആദ്യം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇത് സ്റ്റെല്ല അല്ല, അവളുടെ അതേ മുഖച്ഛായുള്ള നിഷിമ ചൗഹാൻ. അൻവർ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് വേണ്ട, നാളെ ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് വരാമോ? അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അൻവറിന്റെ മനസ്സ് സാജന്റെ മിസ്സസിൽ തന്നെയായിരുന്നു. സ്റ്റെല്ലയുടെ ഫോട്ടോ മാത്രമേ കണ്ടിരുന്നുള്ളൂവെങ്കിലും അവളുടെ തിരോധാനം അന്വേഷിച്ച വകയിൽ ഒരു വല്ലാത്ത ആരാധന അവളോട് തോന്നിയിരുന്നു. സ്റ്റെല്ലയുടെ വൈകൃതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നും അവൾ തൻ്റെ മനസ്സിലുണ്ടാകുമായിരുന്നു. സാജൻ ഇവളെ എങ്ങനെ കിട്ടിയെന്നാണ്. അത് സ്റ്റെല്ല അല്ല എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഉറക്കം പോകുമായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. പിറ്റേന്ന് സാജന്റെ ബംഗ്ലാവിലേക്ക് ചെന്നപ്പോഴാണ് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാൻ അൻവറിനും പറ്റിയത്. സ്റ്റെല്ലയുടെ രൂപസാദൃശ്യമുള്ള നിഷിമയെ കണ്ടപ്പോൾ തന്നെ സാജന്റെ ഉള്ളിൽ പ്രണയം പുറത്തുവരികയും അവളെ പിന്നാലെ നടന്ന് വശത്താക്കുകയും ചെയ്തു. നിഷിയും ഒരു ഡിവോഴ്സിയായ പണക്കാരിയായതിനാൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. വളരെ വേഗം തന്നെ അവൾ സാജന്റെ വലയിൽ വീണു. അവസാനം വിവാഹം വരെ എത്തി.
സാജനുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിയാൻ തുടങ്ങുമ്പോഴാണ് നിഷിമ അങ്ങോട്ട് ചെന്നത്. അൻവറിനെ പരിചയപ്പെട്ടപ്പോൾ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറാണെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് എന്തോ ഒരു ഭാവം വിടർന്നു. അവൾ എന്തൊക്കെയോ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നതായി അൻവറിനും തോന്നി. തികച്ചും അപ്രതീക്ഷിതമായി അവരെ തനിച്ചാക്കി സാജൻ പുറത്തേക്ക് പോയി. ആ അവസരത്തിൽ അവൾ അൻവറിനോട് കൂടുതൽ ചേർന്ന് നിന്നു. കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, നിങ്ങൾ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറാണെന്ന് സാജൻ പറഞ്ഞിരുന്നു. എനിക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാമോ? തീർച്ചയായും. അവൾ വേഗം ജനാല വഴി താഴേക്ക് നോക്കി. സാജൻ താഴെ പുൽത്തകടിയിൽ ആരൊക്കെയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവൾ ആശ്വസിച്ചു. അൻവർ, ഞാനൊരു പ്രതിസന്ധിയിലാണ്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മറ്റാരും അറിയരുത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഇതെന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. സാജൻ അറിയാതിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം എന്തോ ഗൗരവമുള്ള സംഗതിയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ, ഇത് എന്നെയും സാജനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പോലീസിലും മറ്റു മാർഗങ്ങളിലും പോകാൻ എനിക്ക് ഭയമാണ്. നിങ്ങൾ രഹസ്യമായി എന്നെ സഹായിക്കണം. ഇപ്പോഴും നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അത് ദയവ് ചെയ്ത് എന്നോടൊപ്പം വരൂ, ഞാൻ പറയാം. ജനാലയിൽ കൂടി താഴേക്ക് എത്തി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾക്കൊപ്പം ഗോവണികൾ ഇറങ്ങി ഒരൊഴിഞ്ഞ മുറിയിൽ അൻവർ എത്തി. അല്പം മടിച്ചിട്ടാണെങ്കിലും അവൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മിസ്റ്റർ അൻവർ, ഇതെന്റെ പുനർവിവാഹമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്റെ മുൻ ഭർത്താവ് ആളൊരു തെമ്മാടിയായിരുന്നുവെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അയാൾക്ക് ആവശ്യം എന്റെ പണം മാത്രമായിരുന്നു. അങ്ങേരുടെ കൊള്ളരുതായ്മകൾ മനസ്സിലാക്കിയപ്പോഴേക്കും ഞാൻ അയാളിൽ നിന്ന് അകന്നു. നിയമപ്രകാരം ബന്ധവും ഏർപ്പെടുത്തി. ഇത്രയും നാൾ അയാളുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ എനിക്കൊരു സമ്മാനപ്പൊതി വന്നു. അതിൽ എന്റെയും അയാളുടെ സ്വകാര്യ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ആൽബവും ഒപ്പം ഒരു CD-യും. അയാൾ ആവശ്യപ്പെടുന്ന തുക നൽകിയില്ലെങ്കിൽ അതെല്ലാം പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഒരു ഭീഷണി കത്തും. ഇത് വളരെ ആലോചിക്കേണ്ടുന്നൊരു സംഗതിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സാജനോടെല്ലാം തുറന്നു പറയണം. അയാൾ കൂടുതൽ വിവേകശാലിയാണ്. അതല്ലേ നല്ലത്? സാജൻ അറിഞ്ഞാൽ ശരിയാകില്ല. അയാൾ ചിലപ്പോൾ അവിവേകം വല്ലതും കാണിച്ചു കളയുമോ എന്നാണ് എൻ്റെ ഭയം. നിങ്ങൾ എന്നെ സഹായിക്കണം. നിഷിമ, ഇതൊരു കുഴഞ്ഞ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വിവേകത്തോടെ പെരുമാറിയില്ലെങ്കിൽ വലിയൊരു മാനക്കേടുണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നു. മറുനാട്ടുകാരനായ ഞാൻ എന്ത് ചെയ്യാനാണ്? മാത്രമല്ല, എനിക്കുടനെ കേരളത്തിലേക്ക് പോയാൽ മതിയാവും. നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള പോലീസുകാരനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സഹായം ചോദിച്ചത്. എൻ്റെ മുൻ ഭർത്താവ് കേരളക്കാരനാണ്. അയാളെ അവിടെ ഒന്നും ചെയ്യാനാവില്ലെന്ന ഹുങ്കാണ് അയാൾക്ക്. ഇവിടെ ആയിരുന്നെങ്കിൽ ഏത് വിധേനയും അയാളെ ഒതുക്കാൻ കഴിയുമായിരുന്നു. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ എനിക്ക് നേരിട്ടിറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് കൂടുതൽ വിവരങ്ങൾ നൽകൂ. ഒരു നിമിഷം. അവൾ അലമാരിയിൽ നിന്നും ഒരു ആൽബം എടുത്ത് നീട്ടി അതിൽ അവളുടെ ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരനെ കാട്ടിക്കൊടുത്തു. അവന്റെ പേരും മേൽവിലാസവും നൽകി. തന്നാലാവുമ്പതും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൻവർ ഇറങ്ങി. അയാൾക്ക് എത്രയും വേഗം തിരികെ എത്തണമെന്നായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് നിഷിമയുടെ പ്രശ്നം ഇരു ചെവിയേറെ തീർത്തു കൊടുക്കാൻ അൻവറിന് കഴിഞ്ഞു. അവളെ വലിയൊരു മാനക്കേടിൽ നിന്ന് സംരക്ഷിക്കാനും. വിമാനം ശക്തമായി കുലുങ്ങിയപ്പോഴാണ് അൻവർ ഞെട്ടി എണീറ്റത്. യാത്രക്കാരെല്ലാം നല്ല ഉറക്കത്തിൽ തന്നെയാണ്. വിമാനത്തിൽ അരണ്ട നീല വെളിച്ചത്തിൽ അയാൾ പകച്ചു ചുറ്റും നോക്കി. ഒരു നിമിഷം സ്ഥലകാല ബോധം ലഭിക്കാൻ അയാൾ പാടുപെട്ടു. അടുത്ത നിമിഷം തന്നെ കാനഡയിലേക്കുള്ള യാത്രയിലാണ് താനെന്ന തിരിച്ചറിവ് അൻവറിൽ ആശ്വാസമുണർത്തി. അരണ്ട നീല വെളിച്ചത്തിൽ തന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന റസിയെ അൻവർ പതിയെ മാറ്റിക്കിടത്തി. മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മൊബൈലെടുത്ത് കോൾ ചെയ്തു. മറുതലക്കൽ മറുപടിയൊന്നും ഉണ്ടാവത്തിൽ അയാൾ ചെറുതായെന്ന് അസ്വസ്ഥനായി. റസി എന്ന് ലീവ് എടുത്തതാണ് എല്ലാ പദ്ധതിയും താളം തിരിച്ചത്. എങ്കിലും നാളുകൾക്ക് ശേഷം റസിയുടെ സ്നേഹപ്രകടനങ്ങൾ പരമോന്നതിയിലായിരുന്നതിനാൽ അൻവർ സന്തോഷിച്ചു. മൊബൈലിൽ തന്നെ നോക്കിയിരുന്ന് അയാൾ ഓരോന്ന് ആലോചിച്ചു. പെട്ടെന്ന് ഫോൺ റിങ്ങിയതും അയാൾ ഫോൺ വേഗം ചെവിയോട് ചേർത്തു. നല്ല ആളാ, എന്നെ ഇന്ന് ഒറ്റക്കാക്കിയല്ലേ. മറുതലക്കിൽ നിന്നും ഒരു കിളിനാദം. ഐ എം സോറി നിഷിമ, അപ്രതീക്ഷിതമായ ഒരു കേസിൽ പെട്ടുപോയി. ഞാൻ നാളെ രാവിലെ അങ്ങെത്താം. കിടപ്പുമുറിയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അൻവർ ക്ഷമാപണം നടത്തി. എന്നെ വെറുതെ ചുണ്ടി പിടിപ്പിക്കാനായിട്ട്. എന്തുപറ്റി? ഇന്ന് വല്ലാതെ മുഷിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നല്ലോ. എങ്ങനെ മുഷിയാതിരിക്കും? എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോരാത്തന്നെ വല്ലാത്ത ഉഷ്ണവും AC വർക്ക് ചെയ്യുന്നില്ലെന്നാ തോന്നുന്നേ. ഞാൻ ദേ വെട്ടി വേർക്കുന്നു. ഇപ്പൊ തന്നെ 3 പ്രാവശ്യം കുളിച്ചു. ഒരു കാര്യം ചെയ്യ്. ഫാനിന് കീഴിൽ അൻവർ മുഴുമിപ്പിക്കുന്നതിന് മുന്നേ നിഷിമ പറഞ്ഞു. പ്ലീസ് അൻവർ, ഒന്നിവിടം വരെ വരാമോ? എനിക്ക് ആകെ വല്ലാതെ വരുന്നു.
എൻ്റെ ശരീരം ചുട്ടുപഴുക്കുന്ന പോലെ എൻ്റെ എൻ്റെ വയറ്. ഓ നിഷി, നിഷി, എന്താ, എന്തുപറ്റി? അൻവർ കേട്ടത് നിഷിയുടെ അലർച്ചയും എന്തോ കത്തിയമരുന്ന പോലെ ഒരു ശബ്ദവുമായിരുന്നു. പിന്നെ അനക്കമൊന്നുമില്ല. എന്തോ സംഭവിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി ഒരുപക്ഷെ അവൾ കളിതമാശ കാണിക്കുന്നതാണോ? ഇത്രയും നാൾ കൊണ്ട് അവൾ അങ്ങനെ തമാശ കാണിക്കുന്ന ആളൊന്നുമല്ലെന്ന് അൻവറിന് അറിയാമായിരുന്നു. അതുകൊണ്ട് വേഗം ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി. ഉറക്ക ചടവോടെ റസിയെ ചോദിച്ചു, എവിടേക്കാണ് ഇത്ര ധൃതിയില്? ഒരു അർജന്റ് കേസുണ്ട്, ഉടനെ ചെല്ലണം. അവളൊന്നും മിണ്ടാതെ തറപ്പിച്ചൊരു നോട്ടം നോക്കിയിട്ട് മുറിയിൽ കയറി കിടന്നു. റസിയക്ക് പരിഭവം ഉണ്ടാവുന്ന സ്വാഭാവികം. പക്ഷേ നിഷിമ മറ്റൊന്നും ആലോചിക്കാതെ നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് അയാൾ കാറ് വായിച്ചു. നിഷിമയുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും അടങ്ങിയ ലാപ്ടോപ്പ് അവളുടെ മുൻ ഭർത്താവിൽ നിന്ന് പിടിച്ചെടുക്കിയപ്പോൾ അൻവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അയാളെ വിശദമായി പെരുമാറിയപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. അയാൾ നിഷിമയുടെ മുൻ ഭർത്താവൊന്നുമായിരുന്നില്ല, അവളുടെ കാമുകനായിരുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാം രഹസ്യമായി കൈകാര്യം ചെയ്യാൻ അവൾ ആവശ്യപ്പെട്ടതും. എന്തായാലും അവന്റെ മടയിൽ കുറെ കേസുകൾ ചാർത്തി ലോക്കപ്പിലിട്ട ശേഷം അൻവർ വീട്ടിലിരുന്ന് ആ ലാപ്ടോപ്പ് പരിശോധിച്ചു. നിഷിമയുടെ കൂടാതെ വേറെ സ്ത്രീകളുടെ സ്വകാര്യ ചിത്രങ്ങൾ അതിലുണ്ട്. സ്ത്രീകളെ വളക്കുന്നതിൽ അയാൾക്കുണ്ടായിരുന്ന മികവ് അൻവറിൽ അസൂയുണർത്തി. അൻവർ നിഷിമയെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. എല്ലാം താൻ തിരിച്ചറിഞ്ഞെന്നും നിഷിമയുടെ സ്വകാര്യത ഇപ്പോൾ തന്റെ സംരക്ഷണയിലാണെന്നും പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് ആ ചിത്രങ്ങൾ മായ്ച്ചു കളയുക എന്നതായിരുന്നു. എന്തായാലും അൻവർ പ്രയോഗിച്ച സൂത്രത്തിൽ അവൾ വീണു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇരുവരും പരസ്പരം അടുത്തു. പലപ്പോഴും അൻവർ മുംബൈയിലേക്ക് പോയി, അവൾ കേരളത്തിലേക്കും വന്നു. റസിയ മടങ്ങി വരുന്നതുവരെ അവർ കമിതാക്കളായി രമിച്ചു. സാജൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. റസിയ മടങ്ങി വന്നപ്പോൾ കുറച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതാണ് നിഷിമ. പതിപോലെ നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ റോയൽ സ്യൂട്ടിൽ അവൾ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അവളെ കണ്ട് പിരിഞ്ഞതേയുള്ളൂ. ഇന്ന് രാത്രിയും അവൾക്കൊപ്പം കഴിയേണ്ടതായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി റസിയ നൈറ്റ് ലീവ് എടുത്തു. അതാണ് പദ്ധതികൾ ഇങ്ങനെ കുഴഞ്ഞത്. ഓരോന്ന് ചിന്തിച്ച് ഹോട്ടലിലെത്തിയതറിഞ്ഞില്ല. അൻവർ ചാടിയിറങ്ങി ലോബിയിലേക്ക് ചെന്നു. മാനേജർ പയ്യന് അൻവറിന്റെ ചുറ്റുകളിയൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്നും ഇടാതെ ഡ്യൂപ്ലിക്കേറ്റ് കീ എടുത്തു കൊടുത്തു. പടവുകൾ ഓടിക്കയറി നിഷിമയുടെ മുറി തുറന്ന അൻവർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. തറയിൽ കത്തിക്കരിഞ്ഞെടുക്കുന്ന ഒരു ശരീരം, തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ മുഖം വികൃതമായി പോയിരുന്നു. ഒരു പ്രത്യേക ഗന്ധം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നതായി അൻവറിന് തോന്നി. പെട്ടെന്നുണ്ടായ തളർച്ചയിൽ അയാൾ തറയിലിരുന്നു പോയി. അത് നിഷിമയാണെന്ന തിരിച്ചറിവിൽ അയാൾ ഒരുങ്ങി. കുറെ നേരം അങ്ങനെ ഇരുന്നപ്പോൾ കാമുകനിൽ നിന്നും കർത്തവ്യനിരതനായ ഒരു പോലീസ് ഓഫീസർ അയാൾ മാറി. അത് നിഷിമയുടെ കത്തിക്കരിഞ്ഞ ശരീരം തന്നെയാണെന്ന കാര്യത്തിൽ അയാൾക്ക് തീരെ സംശയമുണ്ടായിരുന്നില്ല. അവളുടെ കൈകളും കാലുകളും ഒരു പോറൽ പോലും ഏൽക്കാതെ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആ കൈകളിൽ പതിച്ചിരുന്ന ടാറ്റു അത് നിഷിമ തന്നെയാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അൻവറിന് ഒരു പിടികിട്ടിയില്ല. കുറെ നേരം മുമ്പ് തന്നോട് ഫോണിൽ സംസാരിച്ചിരുന്ന നിഷിമ എങ്ങനെ ഒരു പിടിച്ച ആരമായി? എന്താണ് അവൾക്ക് സംഭവിച്ചത്? വല്ലാതെ ചുട്ടുപൊള്ളുന്നതായി അവൾ പറഞ്ഞിരുന്നല്ലോ. മുറി പരിശോധിച്ചപ്പോൾ ടീപ്പയുടെ പുറത്ത് ഒരു ചെറിയ പാത്രത്തിൽ എന്തോ വസ്തു കത്തിച്ചിരിക്കുന്നതായി അൻവർ കണ്ടു. അതിൽ നിന്നുമാണ് ഹൃദ്യമായ ഗന്ധമുയർന്നത്. ഒരുപക്ഷെ ശരീരം കരിഞ്ഞപ്പോൾ ഉണ്ടായ ഗന്ധത്തെ അകറ്റിയത് ആ വസ്തുവായിരിക്കാം. മുറിയിൽ നിന്നും മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ല. അൻവർ നിഷിമയുടെ മൊബൈൽ തിരഞ്ഞു. അവൾ 2 ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും തന്നെ വിളിക്കാറുള്ള ഫോണെടുത്ത് പോക്കറ്റിൽ തിരികിയ ശേഷം അയാൾ മാനേജറെ വിളിപ്പിച്ചു. അയാളെ കൊണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചു. തൻ്റെ സ്റ്റേഷൻ പരിധിയല്ലാത്തതിനാൽ ചിലപ്പോൾ കേസ് മറ്റൊരു വഴിക്ക് തിരിയുമെന്ന് അൻവറിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. പോലീസ് വന്നപ്പോഴേക്കും അൻവർ കാര്യങ്ങൾ ഒരു കരക്കടുപ്പിച്ചിരുന്നു. എസ്ഐയോട് താൻ മറ്റൊരു പ്രതിയെ അന്വേഷിച്ചു വന്നതാണെന്നും അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്നും മറ്റും അയാൾ ധരിപ്പിച്ചു. അവരുടെ പരിശോധനയിലും കാര്യമായി ഒന്നും തടഞ്ഞില്ല. റൂം ബോയെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. അതൊരു കണക്കിന് അൻവറിന് ഗുണം ചെയ്യുകയും ചെയ്തു എന്ന് വേണം പറയാൻ. നിഷിമ അന്നേ ദിവസം കക്കയിറച്ചിയും വലിയ ചെമ്മീനും ധാരാളമായി കഴിച്ചിരുന്നു. ചെമ്മീന്റെ തോടവൾ ചവച്ചിറക്കിയിരുന്നു എന്നവൻ ഓർക്കുന്നു. കാരണം അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവനും അവൾക്കൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നു. താൻ വളരെ സന്തോഷവതിയാണെന്നും ഇന്ന് തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണെന്നും അവൾ പറഞ്ഞിരുന്നു. ഭക്ഷണം കഴിഞ്ഞ ശേഷം താൻ ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അയാൾ വരുന്നതുവരെ അവൾക്കൊപ്പം സംസാരിച്ചിരിക്കണമെന്നും പറഞ്ഞ് അവൾ കുറെ പണം നൽകി. അതുകൊണ്ടാണ് ഡ്യൂട്ടി സമയം കഴിഞ്ഞും അവൻ ഹോട്ടലിൽ തങ്ങിയത്. അവളോടൊപ്പം മുറിയിൽ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് ഭയങ്കരമായി ചൂടെടുക്കുന്നതായും
AC കൂട്ടിവെക്കാനും അവൾ ആവശ്യപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ അവൾ വിയർക്കുന്നുണ്ടായിരുന്നു താനും. മുറിയിൽ ആവശ്യത്തിന് തണുപ്പുണ്ടായിരുന്നെങ്കിലും അവൻ AC ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ സെറ്റ് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ ശേഷം അവൾ പേഴ്സിൽ നിന്ന് എന്തോ ഒരു ഗുളിക എടുത്തു കഴിച്ചു. അതിനുശേഷം ചെറിയൊരു പാക്കറ്റ് എടുത്ത് നീട്ടി. അത് കത്തിച്ചൊരു പാത്രത്തിൽ വെക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ കുളിക്കാൻ കയറി. അത് ഹൃദ്യമായി സുഗന്ധം പരത്തുന്ന ഊതായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങിയിട്ടും അവൾ വല്ലാതെ പരവശയായിരുന്നു. വല്ലാതെ ചൂടെടുക്കുന്നതായും ഒരുപക്ഷെ താൻ കത്തിച്ചാമ്പലാവുമെന്നും അവൾ പറഞ്ഞതായി റൂം ബോയ് ഓർക്കുന്നു. തോടോടെ ധാരാളം ചെമ്മീൻ കഴിച്ചതുകൊണ്ട് അജീർണം സംഭവിച്ചതാവും. ഉടനെ ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് റൂം ബോയ് പറഞ്ഞപ്പോൾ അവൾ നിരസുകയും ബാഗിൽ നിന്നും ഒരു ഡപ്പി തുറന്ന് അതിലുണ്ടായിരുന്ന പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ചെയ്തു. ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടെന്നും വിളിക്കുമ്പോൾ വരണമെന്നും ഓർമ്മപ്പെടുത്തി റൂം ബോയെ പറഞ്ഞയച്ചു. SI ഹോട്ടലിലെ CCTV ഫൂട്ടേജ് പരിശോധിച്ചെങ്കിലും കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചില്ല. റൂം ബോയുടെ മൊഴിയെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൻവറിന്റെ വരവും മറ്റും സംശയാസ്പദമായിരുന്നെങ്കിലും SI അത് പ്രകടിപ്പിച്ചില്ല. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഏർപ്പാടാക്കി. കാര്യമായ അന്വേഷണങ്ങൾ ഹോട്ടലിലും പരിസരത്തും നടത്തിയെങ്കിലും ഒന്നും ലഭിച്ചില്ല. അൻവറാകട്ടെ എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തു. കാരണം ഇപ്പോൾ അത് അയാളുടെ കൂടെ ആവശ്യമായിരുന്നു. നിഷീമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനേക്കാളേറെ താനുമായുള്ള ബന്ധം പുറത്തു വരാതിരിക്കാതെ നോക്കുകയും അവളുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ബോധിപ്പിക്കുകയും വേണമായിരുന്നു. ഉച്ചയായപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ശക്തമായ ആന്തരിക ഊഷ്മാവ് കാരണം ശരീരം കത്തിയതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ മുഖവും നെഞ്ചും വയറും മാത്രം കത്തിക്കരിയുകയും കൈകാലുകൾക്ക് യാതൊരു പരിക്കും സംഭവിക്കാതിരിക്കുകയും ചെയ്യില്ല. എന്തോ ശക്തമായ കെമിക്കൽ റിയാക്ഷൻ വിക്ടിമിന്റെ വയറിനുള്ളിൽ നടന്നിരിക്കുന്നു. ആ ചൂടിൽ ശരീരത്തിലെ രക്തവും ജലാംശവുമെല്ലാം ആവിയായി പോയിരിക്കുന്നു. എല്ലുകളും മാംസവും കൂടുതൽ പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. ആന്തരിക അവയവങ്ങളൊക്കെ പൂർണ്ണമായും കരിഞ്ഞ് ചാരമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു അപകടമാവാനാണ് സാധ്യത. ഏറെ കോളിളക്കങ്ങളുണ്ടായ ഒരു കേസായിരുന്നു അത്. ഒരപകടം തന്നെയെന്ന് എല്ലാവരും വിധിയെഴുതി. അടുത്തൊരു മരണം അതേപോലെ നടക്കുന്നത് വരെ